അവർ പറയുന്ന രീതിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഉണ്ടാക്കി കൊടുത്താൽ ദാ ഈ മുഖത്ത് കാണുന്ന ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മാത്രം മതി. വേറൊരു കോംപ്ലിമെൻറ്റും ഒരു പെണ്ണിനും വേണ്ട അല്ലേ? നമുക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാന്ന് പറയുന്നത് അതൊരു പ്രോത്സാഹനം തന്നെയാണ് അല്ലേ? ഇന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞ് കടുക്ക ഫ്രൈയും പൊറാട്ടയും വേണമെന്ന് കേട്ടോ. അത് നമ്മുടെ ചാലിയ സ്പെഷ്യൽ കടുക്ക, അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എങ്ങനെ നോക്കിക്കോളൂ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടുക്കയിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പുരട്ടുക. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ. നല്ല ഡ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കോരിയെടുത്ത ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2-3 പച്ചമുളകും കീറിയതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും കൂടെ ഇടാൻ മറക്കണ്ട കേട്ടോ. ഒരു 1.5 തക്കാളി ചെറുതാക്കി മുറിച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും ഇഞ്ചി ഇടരുത് കേട്ടോ, ആവശ്യത്തിന് മാത്രം ഇടാം. മറ്റേ നമ്മുടെ കടുക്കയുടെ ആ ടേസ്റ്റ് അങ്ങ് പോവും ഒരുപാട് സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴണ്ടി മിക്സ് ചെയ്തതിന് ശേഷം ആ കടുക്ക ഫ്രൈയും കൂടെ ചേർത്ത് ആ പാത്രത്തിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ പിഷ്കാന്ന് വിചാരിക്കരുതേ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ മേലെ വിതറി നല്ലോണം അങ്ങോട്ടൊക്കെ തിളപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ കടുക്ക ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ഒന്നായിട്ട് ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല. കൂടെ പിടിക്കാനുള്ള പൊറാട്ട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം കുളിപ്പിച്ച് കഴിക്കണം കേട്ടോ എൻ്റെ മൂപ്പർക്ക്. അതുകൊണ്ടാണ്. പിന്നെ പൊറാട്ട ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ചാണേ. അപ്പോൾ ഇങ്ങനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക്